എല്ലാവർക്കും നമസ്കാരം. സർപ്പാരാധന എപ്പോഴും ഈ ഒരു ഭാരതത്തിൻ്റെ കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സ്ഥലങ്ങളിൽ നാഗാരാധനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അടിസ്ഥാനപ്പെടുത്തുന്നത് നാഗാരാധനയെ ഈ സൃഷ്ടിയുടെ ഉറവിടത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ടാണ്. ഭൗതിക മണ്ഡലങ്ങളിൽ ഈ സൃഷ്ടിയുടെ പ്രവർത്തന ഊർജത്തെ നമ്മളിലേക്ക് അനുഭവിക്കാനായിട്ടാണ് നാഗാരാധന നമ്മൾ ചെയ്യുന്നത്. പല രീതിയിലുണ്ട്. കുണ്ടലിനി സാധന എന്ന് പറയുന്നതും നാഗവർഷിപ്പിൻ്റെ വേറൊരു രീതിയാണ്. അതേപോലെ തന്നെ നാഗപൂജ, സർപ്പപൂജ, ഇതൊക്കെ തന്നെ നമ്മുടെ എപ്പോഴും തന്നെ നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനുമായാണ്. നമ്മുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ മാത്രമല്ല, പലരിലൂടെയും കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പൂർവികരുമായിട്ടിരിക്കുന്ന ആ ഓർമ്മകളാണ് നമുക്ക് മുൻപേ നമ്മൾ കാണാത്ത പോലും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാടെ തലമുറയ്ക്ക് മുമ്പുള്ള ഒരാടെ പോലും ഓർമ്മകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ 99% കാർമിക്കോളം നമ്മൾ കടന്നു വന്നിരിക്കുന്നവരിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അത് കർമ്മബന്ധനമാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനപ്പെടുത്തലാണ് ശരിക്കും വർഷത്തിലൊരു തവണ ചെയ്യുന്ന സർപ്പ പൂജ. ചില സർപ്പക്കാവുകളിലൊക്കെ തന്നെ പൗർണമിയുടെ അന്നും അമാവാസിയുടെ അന്നും ഒക്കെ തന്നെ സർപ്പപൂജയ്ക്കും സർപ്പാരാധനയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. പർട്ടിക്കുലറായിട്ടുള്ള ക്ഷേത്രങ്ങൾ മണ്ണാർശാല പോലെയും അതേപോലെ പാമ്പുമേക്കാവും ഇങ്ങനെയുള്ള നാഗർകോവിലെ നാഗേക്ഷമ ക്ഷേത്രവും ഇതൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നു. ഇടനാടി എപ്പോഴും പിങ്കളനാടി നമുക്ക് ശ്രേഷ്ഠതയോട് നമുക്ക് ഊർജത്തെ നമുക്ക് അനുഭവിച്ചറിയുന്ന പല സാധകരുമുണ്ട്. എന്നാൽ അവർക്ക് സ്ഥിരപ്രജ്ഞ എന്ന് പറയുന്നൊരവസ്ഥ എത്തുന്നില്ല. അതവരുടെ പൂർവികരുമായിട്ടുള്ള ബന്ധനം അതെങ്ങനെ ഇരിക്കണമെന്നുള്ള എത്ര മന്ത്രജപത്തിലൂടെയും എത്ര വലിയ ഉയർന്ന ക്രിയകൾ ചെയ്താൽ പോലും ഇടനാടി ശക്തമാവാതെ അവർക്കതിൽ ഉറക്കില്ല. അവർക്ക് അനുഭവം ഉണ്ടാവും. എന്നാൽ അത് സ്ഥിരപ്രജ്ഞ എത്താൻ വളരെ താമസമെടുക്കും. എപ്പോഴും യോഗയുടെ മാനത്തിൽ ഇടയും പിങ്കളയും കൂടി സംഗമിക്കുമ്പോൾ ഒരു ഊർജ്ജം ആത്മയിൽ സ്ഥിരമായി നിൽക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നാഗവർഷിപ്പും സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജീവൻ പിടിച്ചു നിൽക്കുന്ന ചക്രങ്ങളാണ് മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും. ഈ 3 ചക്രങ്ങളും എപ്പോഴും തന്നെ ഭൗതിക തട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ നിന്ന് വിട്ടുപോയ ഓർമ്മകൾ നിൽക്കുന്നു. നമുക്ക് ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടത്ര ഊർജ്ജവും വേണ്ടത്ര ഉന്മേഷവുമാണ് ഉണ്ടാവേണ്ടത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കേണ്ട ഒരു സമാധാനത്തിൻ്റെയും ഒരു പേഷ്യൻസും എല്ലാം നമുക്കുണ്ടാകണം. വ്യക്തതയോട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു ക്ലാരിറ്റി കിട്ടണം. എന്നാൽ പലരുടെ ഓർമ്മകൾ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോടും നമുക്ക് അലസതയായി തീരും. നമുക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി തീരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിലും വർഷത്തിൽ ഒരു തവണ കർക്കിടകത്തിൻ്റെ ഒന്ന് ബലിയിടുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും. നാഗാരാധന ഒരു വിധത്തിലല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മുടെ പൂർവികരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുമെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് ഓർമ്മകളെ അകറ്റി നിർത്താൻ, ഓർമ്മകൾ നമ്മളെ ബന്ധിപ്പിക്കും. അതിൽ നിന്നുള്ളൊരു മോചനവും ഉയർന്ന രീതിയിൽ കുണ്ടലിനി ചൈതന്യം ഉയർന്ന് ഇടയും പിങ്കളയും കൂടി സംഗമിച്ച് ആജ്ഞാചക്രത്തിൽ എത്തി നിൽക്കുന്നതിൻ്റെയും കൂടി ഒരു ക്രമീകരണ രീതിയാണ് നാഗാരാധന. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നു ഇതൊക്കെ ഒരു മന്ത്രവാദ രീതിയാണെന്നുള്ളത്. അല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യ പരിണാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാക്കി തീർത്തതാണ് നാഗാരാധന. അറിവുള്ളവരും ജ്ഞാനികളും ഇതിനെ എന്നും തന്നെ കൂടുതൽ ഇതിലേക്ക് എത്തിക്കൊണ്ട് പരിണാമത്തിൻ്റെ മാർഗങ്ങളാണ് നമ്മളിലേക്ക് കാണിച്ചു നൽകിയിരിക്കുന്നത്. നമസ്കാരം.